മനുഷ്യൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി സഹനങ്ങളെല്ലാം നന്മയ്ക്കായിട്ട് രൂപപ്പെടുത്തുവാൻ ദൈവം നമുക്ക് വിശ്വാസവും സാഹചര്യങ്ങളും ആ ഒരു അവസരവും ഒരുക്കുന്നത് കൂടിയാണ്. കോവിഡ് നമ്മുടെ ഒരു ആത്മീയതയെ ഏത് തരത്തിലാണ് ബാധിച്ചത്? ഞാനൊരിക്കലും ചിന്തിക്കുന്നില്ല കേരളത്തിലെ സാഹചര്യത്തിൽ ദൈവാലയത്തിൽ അങ്ങനെ ആൾ കുറഞ്ഞു പോയോ അല്ലെങ്കിൽ കോവിഡ് കാലത്തിന് ശേഷം പള്ളിയിൽ ആളില്ലെന്നോ ഒന്നും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഷാലോം ടെലിവിഷൻ്റെ വോയിസ് ഓഫ് ദ ചർച്ച് എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം ഇന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവ് സ്വാഗതം. വോയിസ് ഓഫ് ദ ചർച്ച് ആണെങ്കിലും ഏതാനും ചെറിയ പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം, ഇപ്പോൾ ഈ സഹനത്തിൻ്റെ ഒരു വലിയ സുവിശേഷത്തിൻ്റെ പ്രാധാന്യം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും പിതാവിൻ്റെ ജീവിതം വലിയൊരു സഹനത്തിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു എന്ന് പറയാം. അടുത്ത കാലത്ത് പിതാവിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരുപാട് വേദനാജനകമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോയി. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒന്ന്, എൻ്റെ ജീവിതം അങ്ങനെ വലിയ സഹനത്തിലുള്ള യാത്രയാണ് എന്നൊന്നും വിശേഷിപ്പിക്കരുത് ദയവായിട്ട്. അങ്ങനെയുള്ള വലിയൊരു സഹനത്തിൻ്റെ അവസ്ഥയിലൂടെ പൂർണ്ണമായിട്ടും കടന്നുപോയൊരു സഹനദാസനാണെന്നൊന്നും പറയാൻ എനിക്ക് അവകാശമില്ല. എത്രയോ പേര് വലിയ സഹനത്തിൻ്റെ വഴികളെ പുണ്യവഴികളാക്കി തീർത്ത വിശുദ്ധാത്മാക്കളുണ്ട്. ഞാനൊന്നും ആ പട്ടികയിൽ പെടുന്നവരെ അല്ല. അതുമായിട്ടൊരു ബന്ധവും എനിക്കില്ലെങ്കിലും ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സഹനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്നും സഭയ്ക്ക് ഒന്നാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി സഹനങ്ങളെല്ലാം നന്മയ്ക്കായിട്ട് രൂപപ്പെടുത്തുവാൻ ദൈവം നമുക്ക് വിശ്വാസവും സാഹചര്യങ്ങളും ആ ഒരു അവസരവും ഒരുക്കുന്നത് കൂടിയാണ്. ഞാനത് പറഞ്ഞാൽ കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ, ദൈവമെല്ലാം നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനപരമായ ഒരു വിശുദ്ധ ഗ്രന്ഥദർശനം റോമാലേഖനം 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. ഇതൊരു സത്യമാണ്. അത് വ്യക്തികളുടെ കാര്യത്തിലാണെങ്കിലും പൊതുസമൂഹത്തിലെ പ്രതിസന്ധികളുടെ കാര്യത്തിലാണെങ്കിലും ഈവൻ കോവിഡ് പോലും, രോഗങ്ങൾ എന്തു വന്നാലും അതൊക്കെ നമ്മളതിനെ ദൈവികമായ പദ്ധതിയോട് ചേർന്ന് പോസിറ്റീവായിട്ട് സ്വീകരിച്ചാൽ അതിലൂടെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ സമൂഹ ജീവിതത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലുമൊക്കെ വലിയ നന്മകളും മാറ്റങ്ങളും ഉണ്ടാകും. എനിക്ക് കഴിഞ്ഞ നാളുകളിലൊക്കെ ആയിട്ടുണ്ടായ ആക്സിഡൻസൊക്കെ കേവലം ആക്സിഡൻ്റലായിട്ട് ഞാൻ കാണുന്നില്ല. ആ ആക്സിഡൻസൊക്കെ ദൈവത്തിൻ്റെ പരിപാലനയിൽ എന്നെ ഉപരി വിശുദ്ധീകരിക്കാനും ഈശോയുടെ രക്ഷാകര സഹനങ്ങളോട് ചേർത്ത് വിശുദ്ധ നിയോഗങ്ങൾക്കൊക്കെ വേണ്ടി സഭയ്ക്കും സമൂഹത്തിനൊക്കെ വേണ്ടി കാഴ്ചവെക്കാനും എനിക്ക് കിട്ടിയ ആ നല്ല അവസരങ്ങൾ, അല്ലെ വീണ് കിട്ടിയ അവസരങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അതെല്ലാം നന്മയ്ക്കായിട്ട് മാത്രം മാറ്റാൻ ഒരു പരിധിവരെയൊക്കെ സാധിച്ചു. പക്ഷേ ഇതിനേക്കാൾ നല്ല രീതിയിൽ അത് സ്വീകരിക്കാൻ മറ്റു പലർക്കും സാധിച്ചേക്കും. ഇത്രയെങ്കിലുമൊക്കെ സാധിച്ചത് ധാരാളം പേരുടെ പ്രാർത്ഥന ഈ അവസരങ്ങളിലൊക്കെ എനിക്ക് ലഭിച്ചതുകൊണ്ടാണ് എന്ന കാര്യവും ഞാൻ വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിപരീതാനുഭവങ്ങളെയും സഹനങ്ങളെയും ദൈവഹിതത്തോട് ചേർന്ന് മിശിഹായുടെ രക്ഷാകരമായ സഹനങ്ങളോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോൾ അതൊക്കെ ഈ ഭൂമിയിലും പരലോകത്തും വലിയ അനുഗ്രഹങ്ങളായിട്ടും പുണ്യ സ്രോതസ്സുകളായിട്ടും മാറുമെന്നതിന് യാതൊരു സംശയവുമില്ല. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. സഹനങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഇതിന് വിലയിടുന്നത്. സഹനങ്ങളും സമർപ്പണവും ഇല്ലാതെ ഒരു നന്മയും ഈ ലോകത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഏത് വിശ്വാസത്തിലും ഏത് മതത്തിലും ആയിക്കോട്ടെ, ഒരു സമർപ്പണം, ത്യാഗം, ഇതൊന്നുമില്ലാതെ ഒരു നന്മയും ഉണ്ടാവില്ല. ഒരു കുടുംബത്തിൽ മാതാപിതാക്കളുടെ ത്യാഗസമർപ്പണത്തിലൂടെയും സഹനത്തിലൂടെയാണ് ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ വളരുന്നത്, പ്രകാശം ഉണ്ടാകുന്നതൊക്കെ, സമൃദ്ധി ഉണ്ടാകുന്നത്, ഐശ്വര്യം ഉണ്ടാകുന്നത്. ഒരു മഹാത്മജിയുടെ ജീവിത സമർപ്പണത്തിലൂടെയാണല്ലോ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വലിയ ഒരു വഴിതെളിച്ചത് എന്നൊക്കെ പറഞ്ഞതുപോലെ എത്രയോ ആളുകളുടെ, അത് എവിടെയും ഏത് വിശ്വാസത്തിലും അതിന് പ്രസക്തിയുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിൽ സഹനത്തിന് വലിയ പ്രസക്തിയുണ്ടെന്ന് മിശിഹായുടെ കുരിശിലേക്ക്, ഈശോ മിശിഹ കുരിശിൽ മരിച്ച് ലോകത്തിന് രക്ഷ നൽകി എന്നുള്ള വലിയ രക്ഷാകരമായ സത്യത്തിലേക്ക് നോക്കി നമുക്ക് പറയാൻ പറ്റും. സഹനത്തെ ഏറ്റവും മനോഹരമായിട്ട് നിർവചിക്കുന്നത് ക്രൈസ്തവ വിശ്വാസവും ഈശോ മിശിഹായുമാണ്. കുരിശിലേക്ക് നോക്കിയാൽ സഹനത്തിൻ്റെ മൂല്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു പീഡാനുഭവ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് ഒരു ഉയർപ്പ് തിരുനാൾ ഉണ്ടാകുന്നത്. ഇത് മനുഷ്യജീവിതത്തിൻ്റെ ഒരു സാരസംഗ്രഹമാണ്. അവൻ്റെ ജീവിതയാത്രയിൽ നിശ്ചയമായിട്ടും സഹനങ്ങൾ, വേദനകൾ, ഇതെല്ലാം അവനെ എതിരേൽക്കുമെന്നതിനൊരു സംശയമില്ല.
അത് നമ്മളെ എതിരേൽക്കുമ്പോൾ അതിനെ വേണ്ട വിധം സ്വീകരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അനുഗ്രഹമാകും. അല്ലെങ്കിൽ അത് നമുക്ക് സങ്കടവും നിരാശയും കുറ്റബോധവും ഒക്കെ ആയിട്ട് മാറും. വ്യക്തിപരമായിട്ട് കൂടി നമ്മളിത് തകർത്ത് കളയും. അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് സ്വീകരിക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും എൻ്റെ ഒരു പ്രാർത്ഥനയും ഒക്കെ. തുടർന്നാണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ഒരു ദർശനത്തോടു കൂടി മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു ജീവിതം അധികമൊന്നും ഇല്ല. എത്ര നാൾ നീളുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. കൂടി വന്നാൽ 100 110 ഒക്കെ പോകുന്നവർ കാണുമായിരിക്കും. ഞാനൊന്നും അങ്ങനെ പോകത്തില്ല അത്രയൊന്നും. അപ്പോൾ അങ്ങനെയുള്ള ഈ കൊച്ചു ജീവിതം ഇത് ഏറ്റവും നന്നായിട്ട് സന്തോഷകരമായിട്ട് ജീവിച്ച് ഈ ഭൂമിയിൽ ഇത്തിരി കൂടി പ്രകാശം പ്രസരിപ്പിച്ചുകൊണ്ട് എനിക്ക് ലഭിച്ച സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും നമ്മളൊരു മതവൈര്യമോ മതവിദ്വേഷമോ ഒന്നും പ്രചരിപ്പിക്കാനായിട്ട് പാടില്ല. അത് ശരിയുമല്ല. കോവിഡ് നമ്മുടെ ഒരു ആത്മീയതയെ ഏത് തരത്തിലാണ് ബാധിച്ചത്? ഒരു കോവിഡിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും ഈ യുക്തിവാദികളുടെയൊക്കെ മീറ്റിങ്ങുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ 5-6 പേരോ ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ സദസ്സുകളായിരുന്നെങ്കിൽ കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും ആ സദസ്സുകളൊക്കെ ഒത്തിരി വലുതായിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഈ കോവിഡിന് ശേഷം ഒരു ആത്മീയതയുടെ തലത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടില്ലേ? 2 കൊല്ലം പള്ളി പോയില്ലല്ലോ, എന്നിട്ടും ലോകത്തിനൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഒരു പോസ്റ്റ് കോവിഡ് സ്പിരിച്വാലിറ്റി ഓർ ട്രെൻഡ് അങ്ങനത്തെ ഒരു വിഷയം തന്നെ ഇന്ന് ചർച്ചയിലുണ്ട്. പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ സഭയിലൊക്കെ അത് പഠിക്കുന്നൊരു വിഷയം തന്നെയാണ്. ഒരു പോസ്റ്റ് കോവിഡ് കാലഘട്ടം എന്നൊക്കെ പോലെ ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും പോസ്റ്റ് കോവിഡ് ആയിട്ടുണ്ടോ എന്നുള്ളതും നമുക്കറിഞ്ഞുകൂടി. ഇപ്പോഴും കോവിഡ് നിലവിലുണ്ട്. ലോകം വിട്ടു പോയിട്ടില്ല കോവിഡ് എന്നുള്ളതും സത്യം. നമ്മുടെ നാട്ടിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും നമ്മളതിനെ ഇന്ന് ഭയപ്പെടുന്നില്ല. അപ്പോൾ എല്ലാത്തിനെയും അതിജീവിക്കുക എന്നുള്ളൊരു ഒരു 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 സിദ്ധി മനുഷ്യനുണ്ട്. കോവിഡിനെ നമ്മളൊരു പരിധിവരെ മനസ്സുകൊണ്ടും നമ്മുടെ മെഡിക്കൽ ശാസ്ത്രത്തിൻ്റെ വളർച്ച കൊണ്ടുമൊക്കെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറയാൻ പറ്റും. ആധ്യാത്മിക മേഖലയിലും ഇത്തരത്തിലുള്ള അതിജീവനങ്ങളുണ്ട്. ഈ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എല്ലാത്തിനും ഒരു റോളുണ്ട്. നമ്മളെ തന്നെ ഒരു പരിധി വരെയൊക്കെ തിരുത്താനും കോവിഡ് നല്ല രീതിയിൽ നയിക്കാനും കോവിഡ് കാരണമായിട്ടുണ്ട്. ശരിയായ രീതിയിൽ അതിനെ കാണാത്തവർ പിന്നാക്കം പോകുന്നതിനും ഒരുപക്ഷെ ആത്മീയത വിട്ട് ചിന്തിക്കുന്നതിനും ഇടയായിട്ടുണ്ട്. ഉദാഹരണത്തിന് കോവിഡ് കാലത്ത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ആളുകൾക്ക് പള്ളി തുറക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുർബാനയിൽ ചെന്നാൽ അച്ഛൻ വഴക്ക് പറയുമ്പോൾ അതെ പള്ളിയിലേക്ക് വരണമെന്ന് ആളുകളോട് ആവശ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പള്ളി വരുന്നത് പ്രോത്സാഹിപ്പിച്ചിരുന്ന വൈദികർ തന്നെ പള്ളിയിലേക്ക് വരണ്ട എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് നിയമവുമായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടതുമായിരുന്നു. അതിൻ്റെ അർത്ഥം പള്ളിയിലേക്ക് വരരുതെന്നോ ദൈവമായിട്ട് ബന്ധപ്പെടരുതെന്നോ അല്ലല്ലോ. ആ സാഹചര്യത്തിലെ രോഗാവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ട് പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കണമെന്നുള്ള സാമാന്യ ബോധവും ജാഗ്രതയും. പക്ഷേ ആ സമയത്ത് സഭയിൽ രൂപതകളിൽ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് പോലും ചാനൽ തലത്തിൽ ഓൺലൈൻ വിശുദ്ധ കുർബാനകൾ അനുവദിച്ചിരുന്നു. ഓൺലൈൻ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാ ചാനലുകൾക്കും സഭ നിർദ്ദേശം കൊടുത്തിരുന്നു, ഇത് ഒരു ശരിയായ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നതിന് തുല്യമായിട്ട് വരത്തില്ല. ഇതിലൂടെ കുർബാന സ്വീകരണം സാധുവാകുന്നില്ല, അല്ലെങ്കിൽ കുർബാന അതിൻ്റെ പൂർണ്ണതയിലാകുന്നില്ല. ഇത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഒട്ടും പറ്റാതിരുന്നപ്പോൾ വിശുദ്ധ കുർബാനയിൽ മനസ്സുകൊണ്ടെങ്കിലും പങ്കെടുത്ത് ആത്മീയമായിട്ടെങ്കിലും കർത്താവിനെ സ്വീകരിക്കാനായിട്ടുള്ളൊരു അവസരം ഒരുക്കിയെന്ന് മാത്രമേ ഉള്ളൂ ആ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ. പിന്നീട് അതിൻ്റെ സാഹചര്യം കുറഞ്ഞപ്പോൾ പള്ളിയിൽ കുറച്ച് പേർക്കെങ്കിലും വരാനായിട്ട് അവസരം ഉണ്ടായപ്പോൾ ദൈവാലയങ്ങളും അമ്പലങ്ങളോ മോസ്കുകളോ എല്ലാം തുറക്കപ്പെട്ടു. കോവിഡിൻ്റെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ മാധ്യമങ്ങളിലൂടെ ഓൺലൈൻ വിശുദ്ധ കുർബാന അർപ്പണം എങ്കിലും ആളുകൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രമേ സഭ ചിന്തിച്ചുള്ളൂ. അതിനുശേഷം സൗകര്യാർത്ഥം വീട്ടിലിരുന്നുകൊണ്ട് കുർബാനയിൽ പങ്കെടുക്കാമല്ലോ എന്ന് പറഞ്ഞാൽ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുകയില്ല. രോഗികളായിട്ട് കിടക്കയിൽ കിടക്കുന്നവർക്ക് അത് സഹായകമായേക്കാം, അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് പങ്കെടുത്തുകൊള്ളാമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല, സഭയുടെ കാഴ്ചപ്പാടിനോ പ്രബോധനത്തിനോ നിരക്കുന്നതുമല്ല. വിശുദ്ധ കുർബാനയിലേത് പങ്കാളിത്തമാണ്, വെറും കാഴ്ചയല്ല. കാഴ്ചക്കാരോ കേൾവിക്കാരോ അല്ല. ടി വിയിലേക്ക് നോക്കിയിരുന്ന് കാണുകയോ കേൾക്കുകയോ ചെയ്യേണ്ട ഒന്നല്ല പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയിൽ ഒരുക്കത്തോടുകൂടി ആദ്യന്തം സജീവമായിട്ട് പങ്കെടുത്ത് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ച് കർത്താവിൽ ഒന്നായി തീരേണ്ട ഏറ്റവും പവിത്രമായ ഒരു ആരാധനയുടെ പൂർണ്ണതയാണത്. അപ്പോൾ അതിൽ സജീവമായിട്ട് തന്നെ പങ്കെടുക്കണം. ആളുകൾ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇന്ന് എവിടെയെങ്കിലും കാണുന്നെങ്കിൽ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കണ്ടുകൊണ്ട് അതിനെ അങ്ങനെ പ്രചരിപ്പിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. ഈ കോവിഡ് മാറി എന്ന രീതിയിൽ തന്നെ ഇപ്പം എല്ലാ കാര്യങ്ങളും പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു, എല്ലാ മേഖലകളും ഉണർന്നു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവാലയങ്ങളിലേക്ക് ആളുകൾ എത്തിക്കഴിഞ്ഞു. ഞാനൊരിക്കലും ചിന്തിക്കുന്നില്ല ദൈവാലയങ്ങളിൽ കേരളത്തിലെ സാഹചര്യത്തിൽ ദൈവാലയത്തിൽ അങ്ങനെ ആൾ കുറഞ്ഞു പോയോ അല്ലെങ്കിൽ കോവിഡ് കാലത്തിന് ശേഷം പള്ളിയിൽ ആളില്ലെന്നോ ഒന്നും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
മറ്റു ചില സ്ഥലങ്ങളിൽ, പക്ഷേ ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചിലയിടത്തൊക്കെ അങ്ങനെ സംഭവിച്ചിട്ട് കാണാമായിരിക്കുമെങ്കിലും കേരളത്തിൽ പള്ളിയിലെ ആളുകളെല്ലാം തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അവർക്കതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ചുരുക്കം ചിലരെങ്കിലും ഇങ്ങനെ വീട്ടിലിരുന്ന് കണ്ടാൽ മതിയെന്ന് ചിന്തിക്കുന്നെങ്കിൽ അത് ശരിയല്ല, അതിൽ മാറ്റം വരേണ്ടത് ആവശ്യമാണ്. പിന്നെ സാർ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, യുക്തിവാദികൾ ഇത് ആഘോഷിക്കുന്നെന്നും അവരുടെ എണ്ണം വർദ്ധിച്ചെന്നും ഒക്കെ. ഒരു പക്ഷെങ്കിൽ കോവിഡ് കാലത്ത് ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാൻ എളുപ്പമായിരുന്ന ഒത്തിരി സാങ്കേതിക സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നു. ഒരു സൂം കോൺഫറൻസ് എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു ഓൺലൈൻ ഗെറ്റ് ടുഗദറുകൾ, ഇതൊക്കെ ഗൂഗിൾ മീറ്റ്, ഇതൊക്കെ വളരെ അന്യമായിരുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമായിട്ട് റിസർവ് ചെയ്യപ്പെട്ട ഒരു പരിതോവസ്ഥ ഉണ്ടായിരുന്നു. കോവിഡ് കാലത്ത് ഇത് കുട്ടികൾക്ക് പോലും ലഭ്യമാകുന്ന വിധം അത്ര കണ്ട് നമുക്ക് കൈക്കുള്ളിലേക്ക് എത്തി. ആ സാഹചര്യത്തിൽ എന്തും പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ നല്ല എളുപ്പമായിരുന്നു. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള നിഷേധാത്മക സമീപനങ്ങളോ ദൈവനിഷേധമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ഈ ഒരു പഞ്ചസാരയിൽ പൊതിഞ്ഞ് കൊടുക്കാനായിട്ട് കോവിഡിൻ്റെ കാലത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ എളുപ്പമുണ്ടായിരുന്നതുകൊണ്ട് ഒരു പക്ഷേ അതിനകത്തൊക്കെ ആരെങ്കിലുമൊക്കെ കൂടുതൽ നമ്പറുകൾ വന്നിട്ടുണ്ടാകാം. അത് ഒരു വലിയ പ്രസക്തമായ കാര്യമല്ല. യുക്തിവാദികളായിരുന്ന പല ആളുകളും യഥാർത്ഥ സത്യാന്വേഷണത്തിലൂടെ ദൈവത്തെ കണ്ടെത്തിയ എനിക്ക് ധാരാളം അനുഭവങ്ങൾ അറിയാം. സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിച്ച യുക്തിവാദികൾ പലരും ദൈവത്തിൽ എത്തിച്ചേർന്ന അതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ അനുഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ എനിക്കുണ്ട്. ഞാനത് അങ്ങനെ ഒരു വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. വ്യക്തിപരമായിട്ട് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറയാനായിട്ടുണ്ടത്, ഈ കോവിഡ് അപ്പോഴും നമുക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു ഘട്ടം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടൊക്കെ കാഞ്ഞിരപ്പള്ളി രൂപതയെ സംബന്ധിച്ചിടത്തോളം അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രൂപതയാണ്. എനിക്ക് തന്നെ വ്യക്തിപരമായിട്ടറിയാം, പല ശുശ്രൂഷാ കേന്ദ്രങ്ങളിലും മാനസിക രോഗികളെ പാർപ്പിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ എല്ലാവർക്കും ഒരുമിച്ച് കോവിഡ് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു വലിയൊരു ക്രൈസിസ്, അന്ന് രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ വലിയൊരു ക്രൈസിസ് അനുഭവിച്ച സമയമല്ലായിരുന്നു അത്? ഞാൻ മാത്രമല്ല, ധാരാളം രൂപതകളിൽ അല്ലെ ധാരാളം വ്യക്തികൾക്ക് ഉണ്ടായ വലിയ ക്രൈസിസ് അവിടെയുണ്ട്. ഏതെങ്കിലും തരത്തിൽ സാരഥ്യം വഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ, രൂപതയുടെ തലത്തിൽ പറഞ്ഞാൽ ഒത്തിരിയേറെ രൂപതകൾക്ക് വലിയ ആഘാതമുണ്ടായി. കോവിഡ് കാലത്ത്, പിന്നെ പ്രളയകാലത്ത്, ഇങ്ങനെ പല പ്രതിസന്ധികളുടെ കാലങ്ങളും നമ്മൾ അഭിമുഖീകരിച്ചതാണ്. കോവിഡും പ്രളയവും ഒക്കെ നമ്മൾ പലതരത്തിലും അതിജീവിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഈ കോവിഡ് കാലത്ത് തന്നെയും നമ്മുടെ രൂപതയിലെ 64ഓളം ജീവകാരുണ്യ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ ഭിക്ഷാടകരായ മക്കളെ പുനരധിവസിപ്പിക്കുന്ന, അവർക്ക് ജീവിതം കൊടുക്കാൻ ശ്രമിക്കുന്ന സ്ഥാപനങ്ങൾ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള വിവിധ സ്ഥാപനങ്ങൾ, അങ്ങനെ രൂപത നേരിട്ട് നടത്തുന്നതും സന്യാസമൂഹങ്ങൾ നടത്തുന്നതുമായിട്ട് 64ഓളം സ്ഥാപനങ്ങൾ ഈ രൂപതയ്ക്ക് ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഈ ഓട്ടിസം പോലത്തെ പ്രതിസന്ധികളിൽപ്പെട്ട കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾ, ആ കുഞ്ഞുങ്ങളെ ബോധപൂർവം വളർത്താൻ ആഗ്രഹിച്ചിട്ടും പറ്റാതെ പോകുന്ന മാതാപിതാക്കളുടെ ധർമ്മസങ്കടം, ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മളൊരു വലിയ ഏഞ്ചൽസ് വില്ലേജ് എന്ന പേരിൽ തന്നെ രൂപതയ്ക്കുള്ളിൽ വർഷങ്ങളായിട്ട് ആരംഭിച്ച ഒരു കാര്യത്തിൻ്റെ തുടർച്ചയായിട്ട് വലിയ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് നിരവധി പ്രസ്ഥാനങ്ങൾ, മാനസികമായ വെല്ലുവിളികൾ ഉള്ള വ്യക്തികൾ, മനോരോഗികളായ ആളുകൾ, അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സങ്കേതങ്ങൾ, നൂറിലധികവും 150 ഒക്കെ ആളുകളുള്ള സങ്കേതങ്ങളെന്നേക്കാൾ ഉപരി ഭവനങ്ങൾ നമുക്കുണ്ട്. അവിടെ ട്രീറ്റ്മെൻറ്റ്, കൗൺസിലിങ്, നല്ല സ്നേഹജന്യമായ സമീപനങ്ങൾ, അതിലൂടെയൊക്കെ അവർ ഹീൽ ചെയ്യപ്പെടുന്നുമുണ്ട്. പ്രാർത്ഥനയുടെ വലിയ അനുഭവത്തിലൂടെ അവർ ഹീൽ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആളുകളുടെ എല്ലാം സംഭാവനകളിലൂടെയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് വേറെ ഒരു ഫോറിൻ സോഴ്സൊന്നും ഇല്ല ഈ കാര്യത്തിലൊന്നും. അതുകൊണ്ട് ആളുകളുടെ സംഭാവനകൾ, നല്ല മനസ്സുള്ളവരുടെ അകമഴിഞ്ഞ സംഭാവനകളിലൂടെ ഒരുമിച്ച് നീങ്ങുന്ന ഒരു സാഹചര്യവും സംവിധാനമാണ് രൂപതയ്ക്കുള്ളിലുള്ളത്. മിക്കവാറും രൂപതകൾക്കും അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒരു കുറവും വരാതിരിക്കാനായിട്ട് നമ്മുടെ ആളുകൾ മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. സഭയുടെ കോവിഡിൻ്റെ കാലത്തെ പറഞ്ഞു വരുന്നത്. അപ്പോൾ കോവിഡ് കാലത്ത് പുറത്ത് മറ്റാൾക്കാർക്ക് നേരിട്ട് വന്നൊന്നും ഭക്ഷണം കൊടുക്കാനൊന്നും പറ്റാത്ത സാഹചര്യം ഉള്ളപ്പോഴും മറ്റ് പലതരത്തിലും അവർ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സാമൂഹ്യക്ഷേമ വിഭാഗങ്ങൾ, മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, പെരുമ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളാണ്, സോഷ്യൽ വർക്ക് ഏജൻസീസാണ് രൂപതയുടെ. പ്രത്യേകിച്ച് മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഇക്കാര്യത്തിൽ വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അവർ വിപണനം ചെയ്യുന്ന സാധനങ്ങളിലൂടെ ഉണ്ടാകുന്ന അവരുടെ വരുമാനത്തിൻ്റെ ഒക്കെ പങ്ക് എപ്പോഴും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോവിഡ് കാലത്ത് ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള വലിയ സഹായങ്ങൾ കൊടുത്ത്, പിന്നെ ആളുകൾ സാധിക്കുന്ന വിധം വ്യക്തിപരമായിട്ടൊക്കെയുള്ള സംഭാവനകൾ നൽകിയൊക്കെ ആ കാലത്ത് ഒരു കുറവും വരാതെ
ഈ സ്ഥാപനങ്ങളെയെല്ലാം നമുക്ക് നിലനിർത്താൻ സാധിച്ചു. സന്യാസ ഭവനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, അവരും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് അവരുടേതായ രീതിയിൽ അവരുടെ സോഷ്യൽ വർക്ക് ഏജൻസികളിലൂടെയൊക്കെ അവർ നന്നായിട്ട് അങ്ങനെ അതിനെ നിലനിർത്താനും വളർത്താനും സാധിച്ചു. ഉദാഹരണത്തിന് നമ്മുടെ അടുത്തുള്ള പെനുവേൽ ആശ്രമം, ആ ആശ്രമത്തിലും അതുപോലെ ഇവിടെ തൊട്ടടുത്തുള്ള മറ്റൊരു ആശ്രമമുണ്ട് ആകാശപ്പുറങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അവിടെയൊക്കെ ഈ കോവിഡ് കാലത്ത് കോവിഡ് എന്ന രോഗം തന്നെ പടരാനിടയായ സാഹചര്യം ഉണ്ടായി. പലപ്പോഴും വേണ്ടത്ര ആരോഗ്യമില്ലാതെ മാനസിക വെല്ലുവിളികളായിരിക്കുന്നവരുമായ വ്യക്തികൾ ജീവിക്കുന്ന ഒരിടത്ത് കോവിഡും കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? വലിയൊരു പ്രശ്നമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നൈയാമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റീസിനെ അറിയിച്ചു. അവർ ആവശ്യമായ ചികിത്സാ സാധ്യതകൾ ഒരുക്കി. നമ്മുടെ തന്നെ ഹോസ്പിറ്റൽ, മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ സംവിധാനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി, ഡോക്ടേഴ്സ്, നേഴ്സസ് എല്ലാം. പക്ഷേ ഈ വ്യക്തികളെ മറ്റൊരിടത്തേക്ക് മാറ്റുക എന്ന് പറയുന്ന ഒരു ചിന്ത ആദ്യം പല പഞ്ചായത്തുകളുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായെങ്കിലും അങ്ങനെ മാറ്റി താമസിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരല്ലേ, സിസ്റ്റേഴ്സ്, അവർ പറഞ്ഞു, ഞങ്ങൾ ഇവരെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കുള്ളത് മുഴുവനും സമയവും ഞങ്ങളുടെ ആരോഗ്യമൊക്കെ ഞങ്ങൾ ചിലവഴിക്കും. അങ്ങനെ ഇല്ലാതെ മറ്റു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞാൽ ആരിവരെ നോക്കും? ഇവരെ അടുത്തറിയാവുന്നവർ, ഇവരുടെ മാനസിക പ്രതിസന്ധികൾ, ഇവരുടെ രോഗാവസ്ഥകൾ അടുത്തറിയാവുന്നവരാ, കൂടെ ശുശ്രൂഷ ചെയ്യുന്നവരാ. അപ്പോൾ അവരുടെ കൂടെ തന്നെ ജീവിതം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് കഴിയുന്ന വൈദികർ, സന്യസ്തർ, ചുരുക്കം ചില അങ്ങനെ സഹായിക്കുന്ന അൽമായരൊക്കെ വീട്ടിൽ നിന്ന് വന്ന് സഹായിക്കാൻ ഈ കോവിഡ് കാലത്ത് അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവരുടെ കൂടെ താമസിക്കുന്നവരാണ്. അവരുടെ കൂടെ താമസിച്ചു, ഇവർക്കും കോവിഡ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ കോവിഡ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞു, അച്ഛന്മാരൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുന്ന പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, ഞങ്ങളും കോവിഡ് രോഗികളല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കിനി കൂടുതൽ ഭയം കൂടാതെ തന്നെ ഇവരെ ശുശ്രൂഷിക്കാമല്ലോ. അങ്ങനെ അവർക്ക് നല്ല എൻജോയ്മെൻറ്റുകളും തമാശകളും, പ്രത്യേകിച്ച് ഈ മാനസിക രോഗമുള്ള മക്കൾക്ക് അവർക്ക് പ്രോഗ്രാമുകൾ, അവർക്ക് ഈ കോവിഡ് എന്താണെന്നറിയില്ല, ഇതിനെക്കുറിച്ചൊന്നും വിവരമില്ല. അപ്പോൾ നല്ല പ്രോഗ്രാമുകളും അങ്ങനെ ഒരു ആഘോഷ പരിപാടികളൊക്കെ നടത്തി അവരെ ആ കാര്യത്തിലൊക്കെ ഒട്ടും മനസ്സിടിയാതെ അവരെ സഹായിക്കാനും മനസ്സുകൊണ്ട് ശക്തി പ്രാപിച്ചു വന്ന് പെട്ടെന്ന് അവർ രോഗമുക്തരാകാനും ഒക്കെ ഇടയായി. ഞങ്ങളൊക്കെ ഭയപ്പെട്ടു പോയി. 100 പേരുള്ള ഒരു മാനസിക രോഗികൾ ഉള്ള ഒരു ഭവനത്തിലേക്ക് കോവിഡ് വ്യാപിച്ചാലുണ്ടാകുന്ന പ്രതിസന്ധി. പക്ഷേ അവിടെ കോവിഡ് മരണം ഉണ്ടായില്ല. പ്രായം ചെന്ന് ഒരാളോ മറ്റോ ഒന്ന് മരിക്കാനിടയായി എന്നല്ലാതെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മരണം അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അത്രയേറെ ശ്രദ്ധ സഭയും സഭയുടെ സംവിധാനങ്ങളും നിർവഹിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇടത്തെ കൈ കൊടുക്കുന്നത് വലത്തെ കൈ അറിയാൻ പാടില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് ഇടത്തെ കൈ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ സത്യം. പലപ്പോഴും നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചാരിറ്റിക്ക് വേണ്ടി നൽകുന്ന സംഭാവനകൾ, ഇപ്പോൾ പിതാവ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം നിസ്വാർത്ഥമായിട്ടുള്ള സേവനം ചെയ്യുന്ന അനേകം വൈദികർ, സന്യസ്തർ, അൽമായർ, ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ഒന്നും യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു വസ്തുതയല്ലേ. അപ്പോൾ കുറച്ചൊക്കെ ഇനിയും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിന് കൂടി ബോധ്യമാകുന്ന രീതിയിൽ എത്തിക്കേണ്ടത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് തോന്നുന്നില്ലേ? സാറ് പറയുന്നതിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, സുവിശേഷം നമ്മളോട് പറയുന്നൊരു കാര്യം, ഇടതുകൈ ചെയ്യുന്നത് വലതുകൈ അറിയരുത് എന്ന് പറയുന്ന ഒരു വചനഭാഗം ഇവിടെ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടുക എന്നതിനേക്കാൾ ഉപരി കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ ഈ മനുഷ്യരിലൊക്കെ, അല്ലെങ്കിൽ വേദനിക്കുന്നവരിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിൽ കർത്താവിൻ്റെ മുഖം, ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുക, അതിൻ്റെ പ്രതിഫലം നമുക്ക് ഇവിടെ ദൈവം തരും. അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ നമ്മുടെ മരണശേഷം സ്വർഗ്ഗ സൗഭാഗ്യം അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള അടിസ്ഥാനപരമായൊരു വിശ്വാസമുണ്ട് നമുക്കെല്ലാം. അപ്പോൾ ദൈവം പ്രതിഫലം തരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. പക്ഷെ എന്നാൽ പോലും അല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടുന്നതിന്, അനാവശ്യമായ രീതിയിൽ സഭയെ ആക്ഷേപിക്കുകയും ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്നതിന് ഇത് പലപ്പോഴും ഇടം കൊടുക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ അതിന് അനാവശ്യ പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് അങ്ങനെ മുൻപോട്ട് പോകുക എന്നുള്ളൊരു ശൈലി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ചിന്തയിൽ, സഭയുടെ ചിന്ത അതാണ് പൊതുവിൽ. പക്ഷേ ചില അവസരങ്ങളിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് ആളുകളോട്. ഒരു രൂപതാതിർത്തിക്കുള്ളിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഈ രൂപതയിലെ അംഗങ്ങളെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. പൊതുസമൂഹത്തെ എല്ലാവരെയും വിളിച്ചറിയിക്കണമെന്നല്ല. നമ്മൾ ഈ പ്രളയകാലത്ത്, ഉദാഹരണത്തിന് പ്രളയകാലത്തെ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ തന്നെ നമ്മളൊരു 45ഓളം വീടുകൾ, ഏറ്റവും വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാനിടയായി. അതൊക്കെ എവിടെ നിന്നാണ് ഈ പൈസ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആളുകളുടെ നല്ല കോൺട്രിബ്യൂഷൻസാണ്. സഭയുടെ ശുശ്രൂഷ നേതൃത്വത്തെ അവർ വിശ്വസിക്കുന്നതുകൊണ്ട് സുതാര്യമായിട്ട് കൃത്യമായിട്ട് ആ കാര്യങ്ങളെല്ലാം നമ്മൾ അവതരിപ്പിക്കും എന്നവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് അവർ സ്ഥലം തന്നവരുണ്ട്.
ഒരേക്കർ മാത്രം സ്ഥലമുള്ളവർ ചില 5 സെൻറ്റ് തന്നവരുണ്ട്, അതിച്ച് കൂടുതലുള്ളവർ ചില കൂടുതൽ തന്നവരുണ്ട്. അങ്ങനെ ഒരു 10-20 സെൻറ്റുകളെങ്കിലും നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ആൾക്കാർക്ക് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു 45 വീടുകളെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ സംഭാവനകൾ പലതരത്തിലും നമ്മുടെ സാമൂഹ്യക്ഷേമ വിഭാഗത്തിൻ്റെ സഹകരണത്തോടെയും അതുപോലെ തന്നെ ആളുകളുടെ കോൺട്രിബ്യൂഷൻ ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് കൃത്യതയോടുകൂടി നമ്മളത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുരുക്കം ചിലതിൻ്റെ മാത്രമേ ഇപ്പോൾ പൂർത്തിയാക്കാനുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ ചെയ്തപ്പോഴും ഇതാർക്കാണ് ഈ വീട് ലഭിച്ചത് എന്ന് നമ്മൾ ഒരിടത്തും വിളിച്ചു പറഞ്ഞില്ല. ഒരു ചാനലിലും നമ്മളവരെ എക്സ്പോസ് ചെയ്തില്ല, അവരുടെ പ്രൈവസി ഉണ്ട്. അങ്ങനെയൊരു കാര്യം നമ്മളിപ്പോൾ ഒരാൾക്കൊരു സഹായം കൊടുത്തിട്ട് ആ ആളിനെ എക്സ്പോസ് ചെയ്ത് അവരെ ആക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ള കാര്യം സഭ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുകയും വേണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഒരു കാര്യം. പിന്നെ ഈ നമ്മുടെ രൂപതയിൽ തന്നെ ഞാനിപ്പോൾ ഇവിടുത്തെ കാര്യം ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് പോകുമ്പം ഇവിടെ തന്നെ നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച ജീവകാരുണ്യ സ്ഥാപനങ്ങൾ അത് സമാഹരിക്കുന്ന ആളുകളിൽ നിന്ന് സമാഹരിക്കുന്ന തുകകൾ അത് സഭയുടെ അങ്ങനൊരു സാമൂഹിക ജീവകാരുണ്യ മേഖലയെ നന്നായി കാണുന്നത് കൊണ്ട് തന്നെ ആളുകൾ സംഭാവന ചെയ്യുന്നുണ്ട്. അതുമുതൽ പിന്നെ ഈ സാമൂഹ്യക്ഷേമ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, സോഷ്യൽ വർക്ക് ഏജൻസീസ്, നമുക്ക് അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ. അതുകൂടാതെ മറ്റു തരത്തിൽ നമ്മൾ കോളേജ് സ്കൂൾ തരത്തിൽ സ്കോളർഷിപ്പുകൾ കൊടുക്കുന്ന എല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 21 ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു കണക്ക് ഞാൻ വെറുതെ അങ്ങ് പറയുന്നത് മാത്രമേ ഉള്ളൂ. വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞ് കേൾപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു 15,45,00,000 പരം രൂപയുടെ അതെല്ലാം ഓഡിറ്റഡ് ആയിട്ടുള്ള കണക്കാണ്. ഇത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇത് രേഖാമൂലം തന്നെ ഇവിടെയുണ്ട്. സാറ് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു അത് കൃത്യമായ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചുകൊണ്ട് ഇത് മുഴുവനും വെറുതെ ദാനം കൊടുത്തെന്നല്ല ഇതിൻ്റെ അർത്ഥം. ആവശ്യമുള്ള രീതിയിൽ അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഈ പല നമ്മുടെ സോഷ്യൽ വർക്ക് NGOs അവർ ഒരുക്കിയ തൊഴിലവസരങ്ങളിലൂടെ അവർക്ക് അങ്ങനെ, പിന്നെ കർഷകർക്ക് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളായിട്ട് ആ സംവിധാനത്തിലൂടെ കൊടുത്തത്, മറ്റ് എക്സ്ട്രാ വിപണന സൗകര്യങ്ങളും സാധ്യതകളും കണ്ടെത്തി കൊടുത്തത്, പിന്നെ ഈ അനാഥ മന്ദിരങ്ങളെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടേത് പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ആളുകളുടെ കോൺട്രിബ്യൂഷൻ സമാഹരിച്ചത്, ഇങ്ങനെയുള്ള ഇതൊന്നും വിദേശ ഫണ്ടൊന്നുമല്ല. അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും നമുക്കിതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല, അങ്ങനെ വന്നിട്ടുമില്ല. ഒരു രൂപതയുടെ ധനസ്രോതസ് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് സമാഹരിക്കപ്പെടുന്നത്, എങ്ങനെയാണത് വിനിയോഗം? ഞാനിവിടെ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. രൂപതയുടെ സ്രോതസ് എന്ന് പറയുന്നാൽ ആ രൂപതയിലെ ദൈവജനമാണ്. ദൈവജനമെന്ന് പറയുന്നതിനകത്ത് മെത്രാൻ അല്ലെ മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അതിനേക്കാൾ ഉപരി ഇവിടുത്തെ അൽമായ സമൂഹം, ബൃഹത്തായ ഒരു സമൂഹമാണ്, ഇവിടെ കുടുംബങ്ങൾ, ഇതെല്ലാം കൂടുന്നതാണ് ഒരു രൂപത. സഭയാണെങ്കിലും വിവിധ രൂപതകൾ ചേർന്ന സഭാ സമൂഹം എന്ന് പറയുന്നതാണ്, അല്ലാതെ ഒരു മെത്രാനെന്നോ വൈദികനെന്നോ ഒന്നുമല്ല ഒരു സഭയെ നിർവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചേരുന്ന ഒരു പങ്കുവയ്ക്കലാണ് ഇതിനകത്ത് ഉള്ളത്. അത് കൃത്യമായിട്ടും സുതാര്യമായിട്ടും ചെയ്യാനായിട്ട് നമ്മൾ എന്തുമാത്രം ശ്രദ്ധിക്കുന്നുവോ അത്രയേറെ അത് നമുക്ക് ലഭിക്കും. ആളുകളത് മനസ്സറിഞ്ഞ് സഹായിക്കും. നമ്മുടെ ഈ സഹായങ്ങളൊന്നും ഒരിക്കലും ഈ രൂപത അതിർത്തിക്കുള്ളിലുള്ള അല്ലെ രൂപതയുടെ ഉള്ളിലുള്ള സഭാവിശ്വാസികൾക്ക് അല്ലെ ക്രൈസ്തവർക്ക് മാത്രമെന്നൊന്നും നിജപ്പെടുത്തിയിട്ടില്ല. നമ്മൾ എത്രയോ ആളുകളെയാണ് നേരിട്ട് ചികിത്സാ സഹായമായിട്ട്, വിദ്യാഭ്യാസ സഹായമായിട്ട്, മറ്റു പലതരത്തിലും അല്ലെ അങ്ങനെയുള്ള വീട് വയ്ക്കാനുള്ള ഇങ്ങനെയൊക്കെ കൊടുക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ കിട്ടുന്ന ആ ഒരു സ്രോതസ്സുകൾ ചേർത്താണ്, അല്ലാതെ അതിന് ഫോറിൻ എയ്ഡുകൾ ഈ കാര്യത്തിലൊന്നുമില്ല. ഫോറിൻ എയ്ഡുകൾ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായ FCRI അക്കൗണ്ടിലൂടെ കിട്ടുന്ന ഏതെങ്കിലും കൃത്യമായ ഒരു പ്രോജക്റ്റിന് വേണ്ടി മാത്രം, അതും വളരെ കുറവാണ് ഇപ്പോൾ. നേരത്തെയൊക്കെ ലഭിച്ചിരുന്നത് പോലെ വിദേശ രാജ്യങ്ങളിലും അങ്ങനെ, വാസ്തവത്തിൽ ഈ വിദേശ രാജ്യങ്ങളുടെ NGOs ആണല്ലോ അങ്ങനെ സഹായിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ NGOs അവിടെയുള്ള ആളുകളുടെ ധനസമാഹരണം നടത്തിയാണത് ആവശ്യമുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും രാജ്യങ്ങളെ സഹായിക്കാൻ, പാവപ്പെട്ടവരായിട്ടുള്ളവരെയും അങ്ങനെ സഹായിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ NGOs കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മറ്റു അങ്ങനെയുള്ള NGOസിൻ്റെ ധനസമാഹരണത്തിൽ വലിയ കുറവുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചില പ്രത്യേക പ്രോജക്റ്റുകൾക്ക് മാത്രം ചുരുക്കമായിട്ടൊക്കെ കിട്ടുന്ന ഒരു വിദേശ സഹായമെന്ന് മാത്രമേ ഉള്ളൂ. അത് കൃത്യം ആ പ്രോജക്റ്റുകൾക്ക് അതിനകത്ത് യാതൊരു വ്യത്യാസവും കാണിക്കാൻ പറ്റുകയില്ല. അത് FCRIയിലൂടെ വരുന്ന ആ കണക്കുകൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് അതിനെല്ലാം അതൊക്കെ പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആണത്. അതിനകത്തൊന്നും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ നിയന്ത്രണവും നിബന്ധനകളും ഉണ്ട്. അതിനകത്തൊന്നും യാതൊരു തരത്തിലുള്ള തിരിമറികളും ചെയ്യാൻ ആർക്കും പറ്റുകയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കുറ്റകരമാണ്.
ദൈവാനുഗ്രഹത്തിന് നമ്മുടെ ഒന്നും രൂപതകളിലൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇതുവരെ. കൃത്യമായ രീതിയിൽ അത് ചെയ്യാറുണ്ട്. അത് ഏത് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് തരുന്നുവോ അതിനുവേണ്ടി മാത്രം അത് വിനിയോഗിച്ച് അതിൻ്റെ റിപ്പോർട്ടുകളും സമയബന്ധിതമായിട്ട് കൊടുക്കേണ്ടതാണ്. അതൊക്കെ വളരെ കുറവാണ്. ഞാനീ പറഞ്ഞ തുകയിലൊന്നും ഇങ്ങനെയുള്ളതൊന്നും ഉൾക്കൊള്ളുന്നില്ല. വിശ്വാസികളുടെ കയ്യിൽ നിന്ന് വിശ്വാസികളുടെ കയ്യിൽ നിന്നുള്ള ശരിയായ സമാഹരണവും അതുപോലെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഓരോ ഇടവകയ്ക്കും ചെയ്യാൻ പറ്റുന്ന, ഇടവക ചെയ്യുന്നതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് കൂടാതെയാണ് രൂപതയിലൂടെ വന്നു പോകുന്നത് മാത്രമാണ് ഈ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ സോഷ്യൽ വർക്ക് സ്ഥാപനങ്ങളിലൂടെ, NGOസിലൂടെ, ജീവകാരുണ്യ സ്ഥാപനങ്ങളിലൂടെ, ഹോസ്പിറ്റലുകളിലൂടെ, അതുപോലെ സ്കോളർഷിപ്പ് കോളേജ് സ്കൂളുകൾ കൊടുക്കുക, ഇതെല്ലാം കൂടെ കൂട്ടുന്ന ആ ഒരു തുക മാത്രമാണ് ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചത്. ഇതധികം പറയാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഇത് പബ്ലിസൈസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് നമ്മളത് ചെയ്യാതിരിക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. പക്ഷേ നമ്മളിതാരെയും ആർക്ക് ലഭിക്കുന്നുവോ അവരെ പ്രൊജക്റ്റ് ചെയ്യാനോ ഞങ്ങളങ്ങനെ ചെയ്തു എന്ന് കൂടുതലായിട്ട് വിവരിക്കാനോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇത് ഈ രൂപതയുടെ കാര്യമല്ല, ഇതുപോലെ ഇതിൽ കൂടുതലും ചെയ്യുന്ന എത്രയോ രൂപതകൾ. അതുകൊണ്ട് നമ്മളങ്ങനെ നമ്മളെക്കുറിച്ച് തന്നെയുള്ള ശരിയായ ഒരു അവബോധം നമുക്കുണ്ടാവണം. നമ്മൾ കർത്താവിലുള്ള വിശ്വാസത്തിൽ സഭയിലൂടെ സാക്ഷ്യം നൽകുമ്പോൾ നമ്മൾ വേദനിക്കുന്ന മക്കളെയും ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ള സത്യം നമ്മളെങ്കിലും അറിഞ്ഞിരിക്കണം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞതാണ്. ഇതിനൊരിക്കലും ഒരു പബ്ലിസിറ്റി ആവശ്യമില്ല. ഇത് ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രം. വോയിസ് ഓഫ് ദി ചർച്ചിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും ഈ വിഷയം തുടരും. നന്ദി, നമസ്കാരം.